ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിൽ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ചാലക്കുടി പുഴയുടെ തീരത്ത് പലയിടത്തും വീടുകളിൽ വെള്ളം കയറി. മംഗലൻ കോളനി പ്രദേശത്തെ 15 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്ന് വെള്ളം ഒഴുക്കിവിടും. ആസിഫ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ രാത്രിയിൽ പെയ്ത അതിശക്തമായ മഴയിലാണ് ചാലക്കുടി പുഴയിലേക്കുള്ള നീരൊഴുക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് പുഴയുടെ ഒഴുക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. ഇവിടെയുള്ള ഈ തടയണ, അതിൻ്റെ അടിവശത്ത് തടയണയുള്ളൊരു പ്രദേശമാണ്. അവിടെയൊക്കെ വലിയ രീതിയിൽ പുഴ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും കരകവിഞ്ഞ് തന്നെയാണ് പുഴ ഒഴുകുന്നുള്ളത്. നമ്മൾ നേരത്തെ രാവിലെ വീടുകളിൽ വെള്ളം കയറിയ ദൃശ്യങ്ങൾ നമ്മൾ പങ്കുവച്ചതാണ്. അതോടൊപ്പം തന്നെ കരകവിഞ്ഞൊഴുകി പല പ്രദേശങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കടക്കം വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലേർട്ട് തുടരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലേർട്ട് തുടരുന്നതിനാൽ തന്നെ ഡാം തുറക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും ചാലക്കുടി പുഴയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഇന്ന് രാവിലെ വെള്ളം കയറിയ നിരവധി പ്രദേശങ്ങളിലടക്കം വീണ്ടും ദുരിതത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. വലിയ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം എന്തായാലും നാട്ടുകാർക്കടക്കം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെങ്കിൽ ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും സജ്ജരായി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ പുഴയുടെ ജലനിരപ്പ് പല ഭാഗങ്ങളിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും അതീവ ജാഗ്രതയിൽ തന്നെ തുടരേണ്ട സാഹചര്യമാണ് ചാലക്കുടി പുഴയുടെ തീരത്തേക്കുള്ളവർക്കുള്ളത്. എന്നാൽ എന്തെങ്കിലും തരത്തിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ നേരിടാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജാഗ്രതയോടുകൂടി ഇരിക്കുകയും ഉള്ള നിർദ്ദേശം സ്വാഭാവികമായി ജനങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മഴ അല്പം ഇപ്പോൾ മാറി നിൽക്കുന്നത് ഒരു ആശ്വാസമായിട്ട് തന്നെ നമുക്ക് കാണാം. അതോടൊപ്പം പുലർച്ചെ ഉണ്ടായിരുന്നതിനേക്കാൾ വെള്ളം കുറഞ്ഞ അളവിലുള്ളതും ഒരു ആശ്വാസകരമായ കാര്യമാണ്.